ഇനി അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് EV ട്രക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് തോന്നി. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ദി എലിഫൻറ്റ് ഇൻ ദ റൂം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാർക്കാന്ന് ഓർത്തു, പക്ഷേ പാർക്കല്ലായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചിട്ടുള്ള ബാക്കി മിനി ട്രക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കയറി ഇരിക്കുമ്പോൾ തന്നെ ഇനി ഇത് വരുന്ന വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ 80 കിലോമീറ്ററാണ് ഇവൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് സ്പീഡ് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈയിടെയാണല്ലോ എൻ്റെ കല്യാണം കഴിഞ്ഞ്. അപ്പോൾ ഇവർക്ക് പാലായിലായിരുന്നല്ലോ ഇവളുടെ ഒരു ക്ലോത്തിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു, മറ്റേ നമ്മുടെ ലവർ ആൻഡ് ലഫ് അല്ല, അതിപ്പം ഈയിടെ നമ്മൾ കൊച്ചിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിലേക്ക് മാറ്റിയപ്പോൾ ഇവർക്ക് ചെറിയൊരു മെറ്റീരിയൽസൊക്കെ കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു ട്രക്ക് മേടിക്കാൻ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പറഞ്ഞ്, ആഗ്രഹം മാത്രമേ ഉള്ളൂ, മേടിക്കുന്നില്ല എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ മോണ്ട്ര ഇലക്ട്രിക്കിൻ്റെ EVator എന്ന് പറഞ്ഞൊരു EV ട്രക്ക് കണ്ടത്. അപ്പോൾ EV ട്രക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് തോന്നി. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ നമ്മുടെ ടാറ്റയുടെ ടിയാഗോ EV, അതായത് നമുക്കൊരു സെക്കൻഡറി കാറായിട്ട് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ കണ്ടിട്ട് കാണുമല്ലോ. അപ്പം ഐ ജസ്റ്റ് ഫോൾ ഇൻ ലവ് വിത്ത് അല്ലെങ്കിൽ ഫെൽ ഇൻ ലവ് വിത്ത് അനലി. എന്നെ വെച്ച് ഒന്നും കോമഡി പണ്ണല്ലേ. ഐ ജസ്റ്റ് ഫെൽ ഇൻ ലവ് വിത്ത് ടിയാഗോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വണ്ടിയോട് ഭയങ്കരമായിട്ട് EVയോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അപ്പോൾ അതുപോലെ തന്നെ വളരെയധികം USPs ഒക്കെയുള്ള അവരുടെ ഒരു മോഡലാണ് പറയുന്ന EVator എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമേ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ജസ്റ്റ് ഒന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ യൂസ് കേസ് സിനാരിയിലേക്ക് പോകാം. ഡിസൈൻ ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ല ഹൈറ്റി ഒരു ഡിസൈൻ തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. മാക്സിമം പേലോഡ് അല്ലെങ്കിൽ മാക്സിമം ആ ഒരു സ്ട്രക്ചർ വരുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എയറോഡൈനാമിക്സ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു സ്റ്റൈൽ ഓഫ് ഡിസൈൻസാണ് ഇതിന് പോയിരിക്കുന്നത്. ഇതിനെ ശരിക്കും മോണ്ട്ര ഇലക്ട്രിക് ഒരു ഇന്ത്യയിലെ ഫസ്റ്റ് ട്രൂ EV എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഫ്രം ദ ബേസ് ഇറ്റ് സെൽഫ് അല്ലെങ്കിൽ ഫ്രം ദ സ്ക്രാപ്പ് ഇറ്റ് സെൽഫ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ മൊബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിളായിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ വെക്കാൻ പറ്റുന്നില്ല, കാരണം ഇതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഫോർ ദ EV പർപ്പസ്. അതുകൊണ്ടാണ് ഇതിനെ അവർ ശരിക്കും ട്രൂ EV എന്ന് വിളിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലത്തെ ഒരു ഡിസൈൻ നോക്കുമ്പോൾ ശരിക്കും ഒരു നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റൈലൊക്കെ കാണുന്ന ഒരു ട്രക്കിൻ്റെ സ്റ്റൈലായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വലിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിൻ ഇവന് വരുന്നുണ്ട്. അതായത് ഡ്രൈവർ കംഫർട്ട് അല്ലെങ്കിൽ ഒരു ഡ്രൈവർ കമ്മ്യൂണിറ്റിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഇവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ പുറത്തെ രാജ്യത്ത് നിന്നൊക്കെ പറയുന്ന പോലെ കുറച്ചുകൂടെ വലിയ ക്യാബിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ, ഓടിക്കാൻ നല്ല സുഖം, ഓടിക്കാൻ ഇവൻ അടിപൊളിയാണ്. കാരണം ഇപ്പോൾ ഞാനായിരിക്കും ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്, അനിലായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എത്രമാത്രം കൺവീനിയൻ്റ് ആണ് ഈ ഒരു വെഹിക്കിൾ എന്നുള്ളത്. ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ദി എലിഫൻറ്റ് ഇൻ ദ റൂം, ഇവൻ്റെ പേലോഡ് കപ്പാസിറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ ഇവൻ്റെ പേലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആക്ച്വലി 1.7 ടണ്ണോളം പേലോഡ് വരുന്നുണ്ട്. അതായത് ഇതാണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വളരെയധികം കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പേലോഡ് കപ്പാസിറ്റിയാണ് ഇവന് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ ഒന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 10.4 ഫീറ്റോളം താണ്ട് ഇവൻ്റെ ലോഡിങ് ഏരിയ വരുന്നുണ്ട്. അതായത് അത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി വളരെയധികം യൂസ് കേസ് ഉള്ള ശരിക്കും ഒരു ട്രൂ EV എന്ന് പറയാൻ പറ്റും. അതിന് കുറച്ചും കൂടെ റീസൺസ് ആണ്, നമുക്ക് ക്യാബിനിൽ കയറി ഇരുന്നിട്ട് പറയാം. അപ്പോൾ ഞങ്ങൾ താണ്ട് ക്യാബിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഞാനുണ്ട്, അൻലിയുണ്ട്, താണ്ട് അഖിലുണ്ട്. അഖിൽ വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിറ്റിംഗ് POV എന്ന് പറയുന്നത്. നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹാൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത്, ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് താണ്ട് മാനുവൽ ഹാൻഡ് ബ്രേക്ക് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഗിയർ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ന്യൂട്രലുണ്ട്, റിവേഴ്സ് ഉണ്ട്, ഒരു C. ഞാൻ P എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാർക്കാന്ന് ഓർത്തു, പക്ഷേ പാർക്കല്ലായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ പവർ മോഡും C എന്ന് പറയുന്നത് സിറ്റി മോഡുമാണ്. നമ്മൾ സിറ്റി മോഡിലേക്ക് ഇട്ട് നമ്മൾ താണ്ട ജസ്റ്റ് എന്ത് സ്മൂത്താണ് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ ഓടിച്ചിട്ടുള്ള ബാക്കി ട്രക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മിനി ട്രക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കയറി ഇരിക്കുമ്പോൾ തന്നെ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് നമുക്ക് തരുന്നത്. അത് നമുക്ക് ലിറ്ററലി പറയാൻ പറ്റും. അതായത് ഡ്രൈവർ കമ്മ്യൂണിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ മോണ്ട്ര ഇലക്ട്രിക് ഇങ്ങനെ ഒരു വെഹിക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ളൂ. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഒരു ബോൺ EVയും കൂടെയാണ്. ഇതൊരു EV ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാകും. 3 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്ക് തന്നെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവൻ്റെ റേഞ്ചാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് അതായത് 40 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് ഇവന് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 177 കിലോമീറ്ററോളം റിയൽ വേൾഡിലെ കമ്പനി പറയുന്നുണ്ട്. മറ്റേ സർട്ടിഫൈഡ് അല്ല, റിയൽ വേൾഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പേലോഡൊക്കെ വെച്ച് പോകുമ്പോൾ കേരളത്തിലെ ഒരു സറൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു എൻവയോൺമെൻറ്റിൽ കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കണ്ട നമ്മൾ ആക്സലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി പുള്ളപ്പായിട്ട് കയറുന്നുണ്ട്, പിക്കപ്പ് ചെയ്ത് കയറുന്നുണ്ട്. നമുക്കൊരു വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു കോൺസെപ്റ്റാണ്. ഇനി രണ്ടാമത് നമ്മളൊരു EV കോൺസെപ്റ്റ് എടുക്കുമ്പം എല്ലാവരും പേടിക്കുന്നൊരു സാധനമുണ്ട്, അതായത് ബാറ്ററി അടിച്ചു പോയാൽ എന്ത് ചെയ്യുന്നുള്ളത്. അതിനുള്ളൊരു സൊല്യൂഷൻ ഇവർ തന്നിട്ടുണ്ട്. 7 കൊല്ലം
അല്ലെങ്കിൽ 2.5 lakhs കിലോമീറ്ററിന് ഇതിന് അൺലിമിറ്റഡ് വാറണ്ടിയാണ്. അത് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമ്മുടെ ബോൺഡ്ര ഇലക്ട്രിക് ഈ ഒരു മോഡലിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ്സ് ലൈക്ക് എ റിയലി തിങ്. നമുക്ക് അതായത് വണ്ടി ഉപയോഗിച്ച് മുതലാക്കി എടുക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കമ്പനി ആ ഒരു പ്രൊവിഷൻ, എസ്പെഷ്യലി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണല്ലോ, അങ്ങനെ ഒരു എലമെൻറ്റ് തന്നെയാണ് കമ്പനി ഇതിൻ്റെ അകത്ത് പുഷ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അത്യാവശ്യം വലിയ പേലോഡ്സ് ആണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ മോട്ടർ വരുന്നതും അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. 80 കിലോവാട്ടാണ് ഇവൻ്റെ പീക്ക് പവർ വരുന്നത്. അതുപോലെ തന്നെ 300 എണ്ണം ടോർക്കും വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് 300 എണ്ണമാണ് ഇവൻ്റെ ടോർക്ക് വരുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് മോർ ദാൻ ഇനഫ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ലോഡിംഗ് ബേ ആണ് ഇവന് വരുന്നത്. അപ്പോൾ അതിനെ വലിക്കാൻ വേണ്ടിയിട്ട് 300 എണ്ണമിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് വരുന്ന വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ 80 കിലോമീറ്ററാണ് ഇവൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് സ്പീഡ് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 40, 50, 60, 70 വണ്ടി ഹൈ സ്പീഡിലാണെങ്കിലും അതാണ്ട് അത്യാവശ്യം നല്ല ഹാൻഡ്ലിംഗ് ആണ്. നമുക്ക് വേണമെങ്കിൽ പവർ മോഡിലേക്ക് ഒന്ന് ഇട്ടേക്കാം. പവർ മോഡിലേക്ക് ഇടുമ്പോൾ തന്നെ വണ്ടിക്ക് താണ്ടെ ആ ഒരു ഫീലിന് തന്നെ താണ്ടെ നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. വാവ്, പവർ മോഡിൽ ഇടുമ്പോൾ കൃത്യമായിട്ട് വണ്ടി വലിഞ്ഞ് കയറുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്കിൽ റീജൻ ഇവനെ മാക്സിമം നല്ല രീതിയിൽ താണ്ടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ റീജൻ ഇവന് മാക്സിമം നന്നായിട്ട് താണ്ടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പെഡലിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ റീജൻ ആക്ടിവേറ്റഡ് ആയിട്ട് അത് തിരിച്ച് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. പിന്നെ ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ 25 ഡിഗ്രിയോളം, അല്ലാതെ ഫ്ലോയിൽ പോകുകയാണെങ്കിൽ 35 ഡിഗ്രിയോളം ഇതിന് ഗ്രേഡബിലിറ്റിയും നമ്മുടെ ബോൺഡ്ര ഇലക്ട്രിക് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ലൈക്ക് ഓൾസോ എ റിയലി ഗുഡ് തിങ്. ഇനി ഇതിന് വലിയ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ഫാക്ടറുണ്ട്. അതായത് ഇവന് AMS പാക്കേജ് വരുന്നുണ്ട്. അതായത് ഈവൻ ബ്രേക്ക് പാഡ് ഉൾപ്പെടെ നമുക്ക് 7 കൊല്ലത്തിനുള്ളിൽ നമ്മളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി മാറിത്തരും, ഇൻക്ലൂഡിങ് ബ്രേക്ക് പാഡ്. അത് എന്ന് പറഞ്ഞാൽ വളരെ, അതായത് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നില്ലായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾസോ എ റിയലി ഗുഡ് തിങ് ദിസ് ബോൺഡ്ര ഇലക്ട്രിക് ഈസ് പ്രൊവൈഡിങ്. അപ്പോൾ ഇത് ശരിക്കും നിങ്ങളൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവർ കമ്മ്യൂണിറ്റിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർ നല്ല സുഖമായിട്ട് ഓടിക്കണം, അവർക്ക് നടുവേനൊന്നും വരരുത്, അങ്ങനെയൊക്കെയുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു നല്ലൊരു ആപ്റ്റ് ചോയ്സാണ് നമുക്ക് പറയാൻ പറ്റും. വളരെ കംഫർട്ടബിൾ ഉണ്ട്. 2-3 പേരും നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. വലിയൊരു കുഴി അടിപ്പിളാണെങ്കിൽ ആക്ഷനൊക്കെ എടുത്ത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. വണ്ടി ശരിക്കും നമ്മളൊരു കാർ ഓടിക്കുന്നൊരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ യൂണിറ്റിലേക്കുള്ള ആൾക്ക്, അതായത് അനിലിനെ കൊണ്ട് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യിച്ചിട്ട് അവളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് അവളും കയറിയിരുന്നു. നല്ല രീതിയിൽ വിസിബിലിറ്റി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ്സ് ആണെങ്കിലും നല്ല ഹൈറ്റി പൊസിഷനിലാണ് ഇരിക്കുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ നോക്കി ആശാത്തി ഒരു കാർ ഓടിച്ചെടുക്കുന്ന പോലെ ഓടിച്ചെടുക്കുന്നത്. എങ്ങനെയുണ്ട് ഡി? നല്ല കംഫർട്ടാണ് ഓടിക്കാൻ. നീ ഓടിച്ചില്ലല്ലോ? ഓടിച്ചോണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ്. അതാണ് അവർക്ക് ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഒരു വലിയ വെഹിക്കിൾ ഓടിക്കുക എന്നുള്ളൊരു ഫീലിങ്ങേ ഇല്ല. ഉണ്ടോ? പക്ഷേ അത് നോക്കണം കേട്ടോ, ബാക്കിൽ നല്ല പേലോടൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് 40 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരുന്നുണ്ട്. 170 മുകളിൽ കമ്പനി പറയുന്നത് റിയൽ വേൾഡ് റേഞ്ച് എന്ന് പറയുന്നുണ്ട്. 245 ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു അത്യാവശ്യം ഒരു ചെറിയൊരു ഓട്ടങ്ങൾ, അതായത് ഒരു ബിസിനസ് ടു ബിസിനസ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സൊല്യൂഷനാണ് ഇവനെന്ന് പറയാൻ പറ്റും. ഇവൻ്റെ എക്കണോമിക്സ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് 1 കിലോമീറ്റർ ഓടാൻ എത്ര രൂപ ചിലവ് വരുന്നുള്ളത്. ഇനിയിപ്പോൾ 7 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 2.5 lakh കിലോമീറ്ററിലേക്ക് ഇവന് അൺലിമിറ്റഡ് വാറണ്ടി കമ്പനി പറയുന്നുണ്ട്. ബാറ്ററി വാറണ്ടി ഉണ്ട്, വെഹിക്കിൾ വാറണ്ടിയും വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി കോൺസെപ്റ്റാണ്. ഒരു മെയിൻ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ ഈവൻ ബ്രേക്ക് പാഡ് പോലും AMS പാക്കേജ്, അതായത് ആ ഒരു സമയത്ത് വാറണ്ടി പീരീഡിൽ ഇവർ മാറിത്തരും. അന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് വണ്ടിയോടുള്ള അതുപോലൊരു വിശ്വസനീയത തന്നെയാണ്. ഇനി ഏറ്റവും ഒരു എലിഫൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഫാസ്റ്റ് ചാർജിങ്, അതായത് 77 മിനിറ്റും കൊണ്ട് ഇവന് കംപ്ലീറ്റ്ലി 100% ബാറ്ററി ചാർജ്, ഏകദേശം 1 മണിക്കൂറും കൊണ്ട് ഇവന് ബാറ്ററി ചാർജ് ആവും. എന്ന് പറഞ്ഞാൽ നമുക്കത് വളരെയധികം റിയൽ വേൾഡിൽ യൂസ് ചെയ്യാൻ പറ്റും. 1.7 ടണ്ണോളം പേലോഡ് വരുന്നുണ്ട്, ഗ്രേഡബിലിറ്റി ഉണ്ട്, അത്യാവശ്യം പവർ വരുന്നുണ്ട്, 80 Nm ടോർക്ക്, അതായത് 80 കിലോവാട്ടിൻ്റെ പീക്ക് പവറും 300 Nm ടോർക്ക് ഇവന് കൊടുത്തിട്ടുണ്ട്. 80 കിലോമീറ്ററുള്ള സ്പീഡ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു അടിപൊളി വെഹിക്കിളാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും, എസ്പെഷ്യലി നിങ്ങൾ B2B സൊല്യൂഷൻസ് നോക്കുമ്പോൾ. അപ്പോൾ ഡു ഗിവ് ഇറ്റ് ഔട്ട് എ ട്രൈ. സോ ദിസ് ഇസ് യു ദീപക് രാജൻ, ഡോക്ടർ ഐ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.